ഹലോ ഗായ്സ്, ഞങ്ങൾ ഇന്നൊരു സ്റ്റേക്കേഷന് വേണ്ടി പോവാണേ. റാസൽ ഗെയിമിലുള്ള പാം ഫാമിലാണ് പോകുന്നത്. ഞങ്ങൾ മാത്രമല്ല കേട്ടോ, ഞങ്ങളുടെ ഫ്രണ്ട്സും ഫാമിലിയൊക്കെ വരുന്നുണ്ട്. പോകുന്ന വഴിക്ക് കാണാൻ നല്ല ഭംഗിയുണ്ട് കേട്ടോ. നിറയെ പാം ട്രീസാ. സീസൺ ആകുമ്പോൾ ഈ ട്രീസിലൊക്കെ ഒരുപാട് ഡേറ്റ്സ് ആയിരിക്കും. ഞങ്ങളിപ്പോൾ എത്താറായിട്ടോ. മെയിൻ റോഡിൽ നിന്ന് 1/2 കിലോമീറ്റർ ഓഫ് റോഡ് ഡ്രൈവ് ചെയ്താലാണ് നമ്മൾ ഫാമിൽ എത്തുക. ഇവിടുന്ന് കേട്ടോ ഫാമിലി എൻട്രൻസ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ആക്ച്വലി ഇതൊരു വില്ലയാണ്. ഇതാണ് കേട്ടോ പാം ഫാം. മൗണ്ടൈനോട് തൊട്ട് ചേർന്നാണ് ഈ വില്ല. ഈ ഒരു ഒറ്റ വില്ല മാത്രമാണ് ഇവിടെ ഉള്ളത്. ഞങ്ങൾ ഇവിടെ എത്തിയപ്പോൾ തന്നെ ഈവനിങ് ആയി. നല്ലൊരു പീസ്ഫുൾ ഫീലിംഗ്. സമ്മർ ആണെങ്കിലും വലിയ ചൂടൊന്നുമില്ല കേട്ടോ. ഈവനിങ് ആയതുകൊണ്ടായിരിക്കും. എന്തായാലും നല്ല അടിപൊളി വില്ലയാട്ടോ. ഞങ്ങളെ ഫ്രണ്ട്സൊക്കെ ഓൾറെഡി വന്നു. കാറൊക്കെ ഇവിടെ ആട്ടോ പാർക്ക് ചെയ്യുന്നേ. ഇവിടെ നല്ലൊരു സ്വിമ്മിംഗ് പൂൾ ഉണ്ട്. നന്നായിട്ട് മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട്. വില്ലേക്കകത്തേക്ക് കയറുമ്പോൾ ഫസ്റ്റ് എന്റെ ലിവിംഗ് റൂം ആണ് കാണുന്നത്. നല്ല സ്പേഷ്യസ് ആട്ടോ ലിവിംഗ് റൂം. ഒരുപാട് സ്പേസ് ഉണ്ട് ലിവിംഗ് റൂമിൽ. ഇങ്ങനെയാണ് റൂംസ് വരുന്നത്. ഇതുപോലെ 3 ബെഡ്റൂംസ് ആണ് ഈ വില്ലയിൽ വരുന്നത്. ഓരോ ബെഡ്റൂംസിനും അറ്റാച്ച്ഡ് ബാത്റൂം ഉണ്ട് കേട്ടോ. ഇതാണ് കിച്ചൺ. ഇത് ഓപ്പൺ കിച്ചൺ ആണ്. വന്നപ്പോ തന്നെ ഞങ്ങൾ പൂളിൽ ഇറങ്ങി കേട്ടോ. ഞാനൊരു വ്യൂ കാണിച്ചു തരാവേ നിങ്ങളെ. ദാ ഇത് നോക്ക്. മൗണ്ടൈനിന്റെ മിഡിൽ നല്ല റെഡ് കളർ സ്കൈ ആണ്. അടിപൊളി വ്യൂ ആണ്. നല്ല ഭംഗിയുണ്ട് കാണാൻ. ഞങ്ങൾ ഇതുവരെ വെള്ളത്തിൽ നിന്ന് കേറിയില്ല കേട്ടോ. ഇപ്പോഴും വെള്ളത്തിൽ തന്നെയാ. വീക്കെൻഡിൽ ഞങ്ങൾ ഒന്നിച്ച് കൂടാറുണ്ട്. എല്ലാരും കൂടെ കൂടുമ്പോ നല്ല രസമാട്ടോ. അങ്ങനെ ഞങ്ങൾ വെള്ളത്തിൽ നിന്നൊക്കെ കേറി. ഇനി ഡിന്നർ കഴിക്കാനുള്ള പരിപാടിയില്ല. ഇവിടെ ഒരു ഡൈൻ ഔട്ട് ഉണ്ട്. ഇവിടെ വന്നിരുന്ന് ഫുഡൊക്കെ കഴിക്കാട്ടോ. നന്നായിട്ട് അവർ സെറ്റ് ചെയ്തിട്ടുണ്ട്. ടേബിളൊക്കെ ഇട്ടിട്ടുണ്ട്. ഇവിടെ കുക്ക് ചെയ്യാനുള്ള സൗകര്യം ഉണ്ട് കേട്ടോ. ഇതാ ഇവിടെ ഇങ്ങനെ ഗ്യാസ് ഒക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇവിടെ വേണേൽ ഇവിടെയും കുക്ക് ചെയ്യാം. ഞങ്ങൾ പക്ഷെ ഇവിടെ കുക്ക് ചെയ്തില്ല കേട്ടോ. അങ്കിൾമാരൊക്കെ ഗ്രില്ല് ചെയ്യുക. ഗ്രിൽ ചെയ്യാനായി പൂളിന്റെ തൊട്ടടുത്ത് തന്നെ അവർ സെറ്റ് ചെയ്ത് തന്നു. അങ്ങനെ ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ച് ഒരുപാട് ലേറ്റ് ആയിട്ടോ ഞങ്ങൾ ഉറങ്ങിയപ്പോൾ. ഗുഡ് മോർണിംഗ്. പിറ്റേ ദിവസം മോർണിംഗ് ആണേ. ഉറക്കത്തിൽ നിന്ന് എണീറ്റ് തന്നെ വയ്യ. മമ്മയും ആന്റിയൊക്കെ അവിടെ ബ്രേക്ക്ഫാസ്റ്റ് റെഡിയാക്കുന്നു. അങ്ങനെ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിച്ച് ഞാനൊന്ന് പുറത്തേക്ക് ഇറങ്ങി. ഫാമിൽ കുറച്ച് ആനിമൽസ് ഒക്കെ ഉണ്ട്. ആനിമൽസിനെയൊക്കെ കണ്ട് ഞാൻ കുറച്ചു നേരം ഇങ്ങനെ കറങ്ങി നടന്നു. ദാ നോക്ക്, ഒരാട് എന്നെ തന്നെ നോക്കുന്നുണ്ട്. ഇവിടെ ചെറിയൊരു വാട്ടർ ഫൗണ്ടൈൻ ഉണ്ട്. പക്ഷെ ഇപ്പൊ വെള്ളമില്ല.
ഹൈക്കിംഗ് ചെയ്യാൻ ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ ഹൈക്കിംഗ് ചെയ്യാം. ഞങ്ങൾ കുറച്ചു നേരം കൂടെ പൂളിലിറങ്ങി കളിച്ചു. അതിനുശേഷം തിരിച്ചു പോവാൻ റെഡിയായി. ഡാഡ ലഗേജൊക്കെ കാറിൽ കയറ്റുവാണ്. പോകുന്നതിന് മുമ്പ് വീഡിയോസ് ഫോട്ടോസൊക്കെ എടുക്കുവാണ്. പിന്നെ ഞങ്ങൾ ബൈ ബൈക്ക് പറഞ്ഞ് വീട്ടിലേക്ക് പോവാണ്. എന്തായാലും നല്ല അടിപൊളിയായിരുന്നു കേട്ടോ ഈ സ്റ്റേക്കേഷൻ. ഞങ്ങളുടെ ഈ കൊച്ചു വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. അപ്പോൾ അത്രയുള്ള ഗായ്സ്, ബൈ ബൈ.